പഹൽഗാമിൽ ഇന്നലെ നടന്ന ഭീകരാക്രമണം ജമ്മു കശ്മീരിന്റെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ഷിക്കാര ബോട്ടുകൾ നിറഞ്ഞൊഴുകുന്ന ദാൽ തടാകം കാണാൻ ഇന്ന് വിനോദസഞ്ചാരികൾ കാര്യമായി എത്തിയില്ല. ശ്രീനഗറിലെ ദാൽ തടാകത്തിന് മുന്നിൽ നിന്നും എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് കാശ്മീരാണ് എന്ന് പൂർവികർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. അത് ഇവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം, ആ വാക്കുകളിലെ യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ സ്വർഗം കാണാൻ രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകളുടെ വലിയൊരൊഴുക്ക്, വിനോദസഞ്ചാരികൾ ഗണ്യമായി അണമുറിയാതെ ഒഴുകിയെത്തുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്നലെ പെഹൽഗാമിൽ ഇത്തരമൊരു അക്രമമുണ്ടായത്. ഈ പെഹൽഗാമിൽ നടന്ന അക്രമം അത് ജമ്മു കാശ്മീരിലെ ടൂറിസത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശസ്തമായ ശ്രീനഗറിലെ ഡാൽ തടാകത്തിന് സമീപമാണ്. സാധാരണഗതിയിൽ ഡാൽ തടാകത്തിൽ ടൂറിസ്റ്റുകളുടെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. ഷിക്കാര ബോട്ടുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഡാൽ തടാകമാണ് സാധാരണഗതിയിൽ കാണുന്നത്. പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസം എന്നുള്ളത് ജമ്മു കാശ്മീരിലെ ടൂറിസം സീസണാണ്. മലയാളികളടക്കം ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് സന്ദർശിച്ച് പോകേണ്ട സ്ഥലം, ആ സമയമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇന്നലെ നടന്ന ഈ ഭീകരാക്രമണം അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലമാണ് ഇന്നിപ്പോൾ ഈ കാലിയായി കിടക്കുന്ന ഡാൽ തടാകം സൂചിപ്പിക്കുന്നത്. ഈ ഡാൽ തടാകം മാത്രമല്ല, ഈ ജമ്മു കാശ്മീരിലെ മിക്ക മേഖലകളിലും ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ നന്നേ കുറവായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിലും ആ ഒരു ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പുറത്തേക്ക് ഈ ജമ്മു കാശ്മീരിലെ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കനത്ത തിരിച്ചടിയാണ്. അവരുടെ പ്രധാന സോഴ്സ് ഓഫ് ഇൻകം, വരുമാന മാർഗം എന്നുള്ളത് ടൂറിസമാണ്. ആ ടൂറിസത്തിന് മേലാണ് അല്ലെങ്കിൽ ആ വരുമാനത്തിന് മേലാണ്, ആ വരുമാന മാർഗത്തിന് മേലാണ് ഇന്നലെ തീവ്രവാദികൾ നിറയൊഴിച്ചത്. സ്വാഭാവികമായും ഭാരതത്തിൻ്റെ മനസാക്ഷിക്കേറ്റ വലിയ മുറിവ്, ആ മുറിവുണങ്ങാൻ ഇനി ഏറെ നാൾ വേണ്ടിവരും. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സൂചനകൾ നൽകിക്കഴിഞ്ഞു. ഏതായാലും ആ തിരിച്ചടി എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാൾ, അതുമാത്രം എത്ര നാൾക്കുള്ളിൽ ആ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ജമ്മു കാശ്മീരിലെ ടൂറിസത്തിന് ഇനി ഏത് തരത്തിലുള്ള ഉയർച്ചയാകും ഉണ്ടാകുക എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഡാൽ തടാകത്തിൽ, ശ്രീനഗറിലെ ഡാൽ തടാകത്തിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് നന്ദഗോപൻ, ജനം.